തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തി. വെഞ്ഞാറമൂട് സ്വദേശി ആതിരയാണ് കൊല്ലപ്പെട്ടത്. ഇൻസ്റ്റഗ്രാം വഴി ആതിരയുമായി സൗഹൃദമുണ്ടായിരുന്ന യുവാവിനായി പോലീസ് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജീഷ്, നമ്മൾ ഈ വിമൻസ് ഈവനിങ്ങിൽ തന്നെ ഇത്തരം വാർത്തകൾ ഇങ്ങനെ കയറി വരുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. ഇതിപ്പോൾ ഈ യുവതിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തായാലും നടക്കുന്ന സംഭവം തന്നെയാണ് തിരുവനന്തപുരം ഗ്രാമപ്രദേശമായ കഠിനംകുളത്ത് സംഭവിച്ചത്. കഠിനംകുളം പാടിക്കവിളാകം ക്ഷേത്രമുണ്ട്, അതിൻ്റെ നേരെ എതിർവശത്താണ് ഈ വീടിരിക്കുന്നത്. ആതിരയും ഭർത്താവ് രാജീവും വർഷങ്ങളായി താമസിക്കുന്ന വീടാണ്. ഇന്ന് രാവിലെ കൂടി ആതിര ഈ കുഞ്ഞിനെ സ്കൂളിൽ അയച്ചതിന് ശേഷം രാവിലെ 8:30 സ്കൂളിൽ അയക്കുന്നതായിട്ട് നാട്ടുകാർ കണ്ടിരുന്നു. അതിനുശേഷമാണ് ഈ കൊലപാതകം നടന്നിട്ടുണ്ടെന്നാണ് നിഗമനം. 11:30 ഈ ഭർത്താവ് ഈ വീടിരിക്കുന്നതിൻ്റെ നേരെ എതിർവശത്തെ ക്ഷേത്രത്തിലാണ് പൂജാരിയായി ജോലി ചെയ്യുന്നത്. അദ്ദേഹം 10-20 വർഷമായി ഇവിടെ തന്നെയാണ് പൂജാരി. അദ്ദേഹം ക്ഷേത്രം അടച്ചതിന് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ ഭാര്യയെ കണ്ടതെന്ന് പോലീസിനോട് പറഞ്ഞത്. എന്തായാലും കഴുത്തിലാണ് കുത്തേറ്റിട്ടുള്ളത്. കട്ടിലിൽ തന്നെ ഒരു കത്തിയും കിടപ്പുണ്ട്. ഇദ്ദേഹം തന്നെ ഭർത്താവ് തന്നെ പോലീസിനോട് മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻസ്റ്റഗ്രാം വഴി ഈ ആതിരയ്ക്കുണ്ടായിരുന്ന ഒരു സുഹൃത്ത്, ഈ സുഹൃത്തിനെ തേടി പോലീസ് അന്വേഷണം നടത്തുന്നത്. ഈ സുഹൃത്ത് ഇവിടെ 3 ദിവസം മുമ്പ് എത്തിയതായിട്ടാണ് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞത്. ഈ സുഹൃത്ത് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ആതിരയ്ക്ക് ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ഈ സ്കൂട്ടറുമായി കടന്നു കളഞ്ഞുവെന്നും പറയുന്നു. ഈ സ്കൂട്ടറിൻ്റെ നമ്പർ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതും ഈ CCTV ദൃശ്യങ്ങളും സമീപത്തെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലടക്കമുള്ള ഭാഗങ്ങളിലൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ചില നാട്ടുകാരോട് അഭിപ്രായം ചോദിക്കാം. ചേട്ടാ, ഇവർ എത്ര കാലമായി ഇവിടെ താമസിക്കുന്നവരാണ്? ഇവര് പോറ്റി ഇവിടെ വന്നിട്ട് ഏകദേശം 10-25 വർഷമാവും. ഇവരെ അറിയാം? ഈ ആതിര അവരെയൊക്കെ പുറത്ത് കാണാൻ? എനിക്കറിയാം, കണ്ടിട്ടുണ്ട്. അവരൊക്കെ വളരെ മാന്യമായിട്ടൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്. വേറെ ഇത് എപ്പോഴാണ് ഇന്ന് ഈ സംഭവം നടക്കുന്നത്? ഏതാണ്ട് ഒരു സമയം? ഇത് ഇപ്പോൾ നമ്മൾ പുറത്തറിയുന്നത് ഒരു 11 മണിക്ക് ശേഷമാണ് അറിയുന്നത്. അപ്പോൾ ഒരു 9-9:30 മണിയൊക്കെ ആകുമ്പോൾ ഇത് നടന്നതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. പോറ്റിയാണിത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത 2-3 ആളുകളൊക്കെ ഈ കടയുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അവർ ഈ TV വളരെ ഉച്ചത്തിൽ ഇട്ടതുകൊണ്ട് അവിടെ നടന്ന മറ്റ് ശബ്ദങ്ങളൊന്നും സമീപത്തുള്ള ആൾക്കാർക്കൊന്നും കേൾക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു സംശയാസ്പദമായിട്ട് ഒരാൾ ഇതുവഴി നടന്നു പോകുന്നതല്ല ആരെങ്കിലും കണ്ടിരുന്നോ? അങ്ങനെ ഇല്ല, പക്ഷേ ഇവർക്ക് പോറ്റിക്ക് ഇതിൻ്റെ ചില സംശയങ്ങളുണ്ടായിരുന്നതായിട്ട് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിച്ചു. 3 ദിവസം മുമ്പ് വന്നിരുന്നു എന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചെറിയ ഇഷ്യൂസ്, പിന്നെ അവരെ ഈ ഒരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൊബൈൽ വഴിയുള്ള പരിചയമാണ്. അങ്ങനെ അത് പോറ്റി കണ്ടുപിടിക്കുകയും അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ സംസാര വിഷയങ്ങളൊക്കെ ഉള്ളതായിട്ട് അറിവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭീഷണിയൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് ക്ഷേത്രത്തിൽ പോറ്റിയുടെ കൂടെ ചെല്ലണമെന്ന് പോറ്റി 2-3 ദിവസം അങ്ങനെ ആയിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായിരുന്നു? വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 7 വർഷത്തോളാവുന്നു. വിവാഹം കഴിഞ്ഞ സമയം മുതൽ ഇവിടെ ഈ വീട്ടിൽ തന്നെയാണ് താമസം? അല്ല, അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ ഒരു വീടുണ്ട്, അവിടെയാണ് പോറ്റി താമസിച്ചിരുന്നത്. ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു 5-6 വർഷത്തെ ഇതേ ഉള്ളതായിട്ട്. ക്ഷേത്രം എടുത്തു കൊടുത്ത വീടാണ്? ക്ഷേത്രത്തിൻ്റെ വാടകയ്ക്ക് എടുത്തിട്ടുള്ള വീടാണ്. പക്ഷെ അവർ വളരെ നല്ല രീതിയിൽ താമസിച്ച ഒരു ഫാമിലിയാണ്. അവരെക്കുറിച്ച് വേറെ ഒന്നും നമുക്ക് പറയാനില്ല. നല്ല ഒരു സൗഹൃദത്തിൽ നല്ലൊരു സന്തോഷത്തിലും കഴിഞ്ഞിരുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ നമുക്കും ഒരു അത്ഭുതം പോലെയാണ് നമുക്കും തോന്നുന്നത്. നാട്ടുകാരും നടുക്കത്തിലാണ്. 30 വയസ്സുള്ള ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇൻസ്റ്റഗ്രാമിലെ സുഹൃത്തിനെ തേടി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എറണാകുളം സ്വദേശി മുൻപ് ഇവർക്ക് ഇയാളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉള്ളതായി ഭർത്താവ് പറയുന്നുണ്ടോ? ഇയാളെക്കുറിച്ച് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഭർത്താവ് പോലീസിൽ പങ്കുവച്ചിരിക്കുന്നത്? അതായത് ഈ ഭർത്താവാണ് ആദ്യം കാണുന്നത്. ഭാര്യ ഇങ്ങനെ കൊല്ലപ്പെട്ട് നിലയിൽ കിടക്കുന്നതായിട്ടാണ്. പിന്നീട് നാട്ടുകാരെ വിവരം അറിയിക്കുകയും പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തത്. പിന്നീട് പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഈ സുഹൃത്തിൻ്റെ വിവരം ഭർത്താവ് പോലീസിനോട് പങ്കുവച്ചത്. 3 ദിവസം മുമ്പ് അദ്ദേഹം ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയിരുന്നതായിട്ടാണ് ഭർത്താവ് പോലീസിന് നൽകിയിരുന്ന മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഇൻസ്റ്റഗ്രാം ഉടമസ്ഥനെ തേടി പോലീസ് അന്വേഷണം നടത്തുന്നത്. അദ്ദേഹം എറണാകുളം സ്വദേശി എന്നുള്ള വിവരം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഈ പ്രദേശത്ത് ഈ വീടിരിക്കുന്ന സ്ഥലത്ത് തൊട്ടപ്പുറത്തൊരു കടയൊക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴും ആളുകളൊക്കെ ഉള്ള സമയമാണ്. പക്ഷേ ഇന്ന് രാവിലെ ഈ ഭാഗത്ത് ആളുകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആരാണ് വന്ന് പോയതെന്നുള്ള വിവരമൊന്നും നാട്ടുകാർക്ക് വലിയ നിശ്ചയമില്ല. ചിലരോട് ചേട്ടാ ഇവർ ഈ ഫാമിലി അറിയുമോ? ഇല്ല. ഓക്കെ ചേട്ടാ, നിങ്ങൾക്ക് അറിയാവുന്നവരാണോ ഈ കുടുംബം? അറിയാവുന്നവരാണോ? ആണോ? ഇപ്പോൾ ഇങ്ങനെ ആരെങ്കിലും 2-3 ദിവസം മുമ്പായിട്ട് ഇവിടെ നാട്ടിൽ വന്നു പോയതായിട്ടുള്ള വിവരമില്ല? അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ.
അതിങ്ങനെ ഊഹാപോഹങ്ങളൊക്കെ പറയുന്നുണ്ട് വന്നിട്ട് പോകുന്നത്. അത് എൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരിലുള്ളവരാരെങ്കിലും അടുത്ത് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എപ്പോഴും ആളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമുണ്ട് ഈ ക്ഷേത്രം, അല്ലെങ്കിൽ എപ്പോഴും ആളുണ്ടാവില്ല? നമ്മളിത് അറിഞ്ഞുകൊണ്ട് വന്നതാണ്, ഇവിടെ ഉള്ള ആളല്ല. ഓക്കെ, എങ്ങനെ അതായത് ചില നാട്ടുകാർ പറയുന്ന അനുസരിച്ചിട്ട് ചേട്ടാ, ഇവിടെ എപ്പോഴും ആളുണ്ടാവുന്ന സ്ഥലമാണോ ഈ വീട്? ഉണ്ടാവാറുണ്ട്. ഈ കട ചായക്കട ഓപ്പണാണ്. വൈകിട്ട് ഒരു 4-4:30 മണിക്ക് പോവുള്ളൂ. ആ കട ഒരു വയസ്സായ സ്ത്രീയാണ് ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ ചെറുമകളാണ്. ഈ മരണപ്പെട്ടത് എൻ്റെ സ്വന്തം ചെറുമകളാണ്. അപ്പോൾ അവരുടെ വിവാഹകാലം മുതൽ കഴിഞ്ഞ് ഇവിടെ തന്നെയാണ് താമസം. ക്ഷേത്രമക ഒരിടവും വീടുമാണ് അവർക്ക് താമസിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വന്തം ചെറുമകളാണ്? സ്വന്തം ചെറുമകളാണ്. അപ്പോൾ അത് ഇങ്ങനെ ഭർത്താവ് രാജീവ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഈ അങ്ങനെ യാതൊന്നും എൻ്റെ ചെറുമകളായതുകൊണ്ട് പറ്റിയ അപ്പൂപ്പൻ എന്നുള്ള സ്ഥാനത്ത് എൻ്റെ അടുത്തൊന്നും പറയാറില്ല. പക്ഷേ ഞാൻ നിരന്തരം കാണും. എൻ്റെ ഈ കുട്ടിക്കാലം മുതൽ തന്നെ പ്രസവിക്കാനും ആശുപത്രിയിൽ പോകാനും എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവനെ വളർത്തിയെടുത്തേക്ക് ഒരു പരിധിവരെ ഞാനാണ് ഈ കുട്ടീനെ. എന്തായാലും പോലീസും ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡൊക്കെ ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്. ഡോഗ് സ്ക്വാഡ് വീട്ടിനുള്ളിൽ വ്യക്തമാണ് അജീഷ്. എന്തായാലും ആ ഞെട്ടലിൽ നിന്ന് ആ നാട് മുക്തമായിട്ടില്ല. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ ഒരു അപരിചിതനെ പരിചയപ്പെട്ട് ഇത്തരം സംഭവങ്ങളിലേക്ക് കടക്കുന്നത്? ഈ പരിപാടി കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾ പരിചയമൊക്കെ ഓക്കെ, പക്ഷേ അതിനപ്പുറത്തേക്കൊരു ബന്ധത്തിലേക്കൊക്കെ കിടക്കുന്നത് ആരാണ്, എന്താണെന്ന് അപ്പുറത്തിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് എന്ത് വ്യക്തതയാണ് ഉണ്ടാവുക എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ ഇതിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നറിയില്ല, ആരാണ് വ്യക്തി എന്നറിയില്ല. ഇവിടെ അങ്ങനെ ഒരാൾ വരുന്നതായൊന്നും ആർക്കും അറിയില്ല. പോലീസ് അന്വേഷണം ഊർജിതമാണ്, കണ്ടുപിടിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇത്തരം അക്കൗണ്ടുകൾക്കൊക്കെ പിന്നിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ധൈര്യമാണ്. കാരണം ആരും അങ്ങനെ പ്രത്യക്ഷത്തിൽ അറിയുന്നില്ല. അതുകൊണ്ട് ആ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ ഒക്കെ ആരും അറിയില്ല എന്നൊരു ധൈര്യം ഇവർക്കുണ്ട്. അന്വേഷണവും കുറച്ച് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും തീർച്ചയായിട്ടും അല്ലേ? ഇങ്ങനെ ഒരാൾ എന്തായാലും അന്വേഷണം കൃത്യമായി നടക്കട്ടെ. നമ്മൾ ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ ചില പാഠങ്ങളൊക്കെ നമ്മളെല്ലാവരും പഠിക്കാനുണ്ട്.